നമസ്കാരം. സി ലേണിംഗ് ഹബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ തുടങ്ങി വെച്ച 16ാം കേരള നിയമസഭ അല്ലെങ്കിൽ 17ാം കേരള നിയമസഭ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ് ആണിത്. ബാക്കിയുള്ള കുറച്ച് പോയിന്റുകൾ ഔട്ട്ലൈൻ ആയിട്ട് തന്നെ പോകുന്ന കുറച്ച് പോയിന്റുകൾ നമുക്ക് നോക്കി പോവാം. 16ാം കേരള നിയമസഭ നിലവിൽ വന്നപ്പോൾ അതിൽ 11 വനിതാ MLA-മാരുണ്ടായിരുന്നു ഓർത്തിരിക്കുക. വനിതാ പ്രാതിനിധ്യം 16ാം കേരള നിയമസഭയിൽ 11 ആണെന്ന് ഓർത്തിരിക്കുക. 11 വനിതാ MLA-മാരുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ഈ 17ാം കേരള നിയമസഭാ ഇലക്ഷനിൽ 17ാം കേരള നിയമസഭാ ഇലക്ഷനാണ്, അങ്ങനെ ഫോം ചെയ്ത 16ാമത്തെ കേരള നിയമസഭയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ 17ാം കേരള നിയമസഭാ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുണ്ടായിരുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മലപ്പുറം ജില്ലയാണെന്ന് ഓർത്തിരിക്കുക. ഏറ്റവും കൂടുതൽ വോട്ടർമാരുണ്ടായിരുന്ന ജില്ല മലപ്പുറം ജില്ലയാണെന്ന് ഓർത്തിരിക്കുക. നമുക്കറിയാം ജനസംഖ്യ ഏറ്റവും കൂടിയ ജില്ലയും ഏത് തന്നെയാണ്? മലപ്പുറം തന്നെയാണ്. സ്വാഭാവികമായിട്ടും വോട്ടർമാർ ഏറ്റവും കൂടുതൽ ഏതായിരിക്കും? മലപ്പുറം തന്നെയായിരിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം ഏറ്റവും കുറവ് വോട്ടർമാരുണ്ടായിരുന്ന ജില്ല അപ്പോൾ ഏത് തന്നെയാണ്? വയനാടാണ്. നമുക്കറിയാം ഏറ്റവും കുറവ് വോട്ടർമാര് വയനാട് ജില്ലയിലാണ് എന്ന് ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ മണ്ഡലം ഒന്ന് ഓർത്തിരിക്കണം. ഏറ്റവും കൂടുതൽ വോട്ടർമാര് വോട്ട് ചെയ്ത മണ്ഡലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മലപ്പുറത്തെ തിരൂരാണെന്ന് ഓർത്തിരിക്കുക. ഇവിടെ കൊടുത്തിട്ടില്ല. മലപ്പുറത്തെ തിരൂര് മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാര് വോട്ട് ചെയ്തത് എന്ന് ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറവ് വോട്ടേഴ്സ് ഉണ്ടായിരുന്ന മണ്ഡലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എറണാകുളം മണ്ഡലമാണെന്ന് ഓർത്തിരിക്കുക. എറണാകുളം ജില്ലയിലെ എറണാകുളം മണ്ഡലമാണെന്ന് ഓർത്തിരിക്കുക. ഏറ്റവും കൂടുതൽ വോട്ടർമാർ വോട്ട് ചെയ്ത ജില്ല മലപ്പുറമാണ്. ഏറ്റവും കുറവ് വോട്ടർമാരുണ്ടായിരുന്നത് വയനാട് ജില്ലയാണ്. ഏറ്റവും കൂടുതൽ വോട്ടർമാരുണ്ടായിരുന്ന മണ്ഡലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മലപ്പുറത്തെ തിരൂരാണെന്ന് ഓർത്തിരിക്കുക. ഏറ്റവും കുറവ് വോട്ടർമാരുണ്ടായിരുന്ന മണ്ഡലം ചോദിച്ചു കഴിഞ്ഞാൽ അത് എറണാകുളം മണ്ഡലമാണ് എന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തൊരു പോയിന്റ്, എത്ര ഭിന്നലിംഗക്കാര് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 273 പേരാണ്. ഭിന്നലിംഗ വോട്ടർമാരുടെ എണ്ണം 273 ആണ്. ഇനി പോളിംഗ് ശതമാനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ കണ്ടതാണ് നമ്മളുടെ ഇലക്ഷനിലെ പോളിംഗ് ശതമാനം എത്രയായിരുന്നു? 79.63% നമ്മൾ ഇന്നലെ കണ്ടാണ്. 79.63% നമ്മൾ കണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോഴിക്കോട് ജില്ലയാണ്. ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് പത്തനംതിട്ട ജില്ലയാണ് എന്നോർത്തിരിക്കുക. ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം കോഴിക്കോടാണ്. ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാനം പത്തനംതിട്ടയാണ് എന്ന് ഓർത്തിരിക്കുക. ഇനി ഏറ്റവും പ്രായം കൂടിയ അംഗം 16ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം പിണറായി വിജയനാണ്. 82 വയസ്സുള്ള പിണറായി വിജയനാണ് ഏറ്റവും പ്രായം കൂടിയ അംഗം. പിണറായി വിജയന്റെ മണ്ഡലം നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ്? ധർമ്മടം മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം മത്സരിച്ച് വിജയിച്ചത്. പ്രായം കൂടിയ അംഗം പിണറായി വിജയനാണ്. നിലവിലെ പ്രതിപക്ഷ നേതാവ് കൂടിയാണ് പിണറായി വിജയൻ. ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമാണ് ആര്? AD തോമസ്. ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം 30 വയസ്സുള്ള AD തോമസ് ആണ്. മണ്ഡലം ആലപ്പുഴയാണെന്ന് ഓർത്തിരിക്കുക. ഏറ്റവും പ്രായം കുറഞ്ഞ MLA ആണ് ആര്? AD തോമസ്. 16ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ MLA ആണ് ആര്? AD തോമസ്. 30 വയസ്സ്. ആലപ്പുഴയാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം എന്ന് ഓർത്തിരിക്കുക. ഇനി ഫാത്തിമ തഹ്ലിയ മണ്ഡലം പേരാമ്പ്രയാണ്. ഇമ്പോർട്ടൻസ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ വനിതാ MLA ആണ് ആര്? ഫാത്തിമ തഹ്ലിയ. ഫാത്തിമ തഹ്ലിയ പേരാമ്പ്ര മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച വ്യക്തിയാണ് ആര്? ഫാത്തിമ തഹ്ലിയ. ഇനി അടുത്ത ഒരു പോയിന്റ് ഓർത്തിരിക്കുക, ചീഫ് ഇലക്ടറൽ ഓഫീസർ. കേരളത്തിന്റെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആയിരുന്നു ആര്? ഡോക്ടർ A. കൗശികൻ IAS. ഡോക്ടർ A. കൗശികൻ IAS. അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ് ഓർത്തിരിക്കുക, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ. ആളുടെ പേര് ഓർത്തിരിക്കുക, N. ശേഷാദ്രിനാഥൻ. പേരോർത്തിരിക്കുക, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ. കേരളത്തിന്റെ ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു ആര്? N. ശേഷാദ്രിനാഥൻ. പേര് ഓർത്തിരിക്കണം. ഇനി സെൻട്രലിലേക്ക് പോയി കഴിഞ്ഞാൽ അഡീഷണൽ പോയിന്റ് കൂടെ ഓർത്തിരിക്കുക. നമുക്കറിയാവുന്നതാണ്, ശ്രീ ജ്ഞാനേഷ് കുമാർ ആണ് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ. അതിനകത്ത് 3 അംഗങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ട് ഒരാളുണ്ടാവും, ശ്രീ ജ്ഞാനേഷ് കുമാർ. അദ്ദേഹമാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. 2 ഇലക്ഷൻ കമ്മീഷണർമാർ അഡീഷണൽ ആയിട്ടുണ്ടാവും. അവരുടെ പേര് കൂടി ഒന്ന് ഓർത്തിരിക്കുക, സുഖ്ബീർ സിംഗ് സന്ധുവും വിവേക് ജോഷിയും. ഓർത്തിരിക്കുക, സെൻട്രൽ ഇലക്ഷൻ കമ്മീഷണർ ആണ് ആര്? ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ് ആര്? ശ്രീ ജ്ഞാനേഷ് കുമാർ. 2 ഇലക്ഷൻ കമ്മീഷണർമാരുണ്ട്. അവരുടെ പേര് സുഖ്ബീർ സിംഗ് സന്ധുവും വിവേക് ജോഷിയുമാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത പോയിന്റുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്